മറ്റു ജീവികളെ അപേക്ഷിച്ച് ഹ്യൂമൻ ബ്രെയിന് കിട്ടിയിരിക്കുന്ന പല പ്രത്യേകതകളിൽ ഒന്നാണ് കാര്യങ്ങളെ പരസ്പരം കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതിനുള്ള കഴിവ്. പല പല ഇൻഫർമേഷനെ കോർത്തിണക്കി പുതിയ ഐഡിയകൾ ഉണ്ടാക്കിയെടുക്കാൻ ബ്രെയിനിൻ്റെ ഈ ഒരു കഴിവ് മനുഷ്യനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതിലൂടെയാണ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനുമൊക്കെ ഇൻഫർമേഷനെ അടുക്കി സൂക്ഷിക്കുകയും അതിനെ പരസ്പരം കണക്ട് ചെയ്ത് വെക്കുകയും വേണം. നമ്മുടെ തലയ്ക്കുള്ളിൽ ന്യൂറോണുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് ബ്രെയിൻ ഇത് സാധിച്ചെടുക്കുന്നത്. മറ്റു മൃഗങ്ങൾക്കും ഈ ഒരു കഴിവുണ്ടെങ്കിലും മനുഷ്യന്റെ ബ്രെയിനാണ് ഇക്കാര്യത്തിൽ ഏറെ മുന്നിൽ. ആദിമകാലത്ത് കാട്ടിലെ തീയിൽ പെട്ടുപോയ മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ച അന്നത്തെ മനുഷ്യന് മനസ്സിലായി, പച്ച മാംസത്തെക്കാൾ കഴിക്കാൻ എളുപ്പവും രുചികരവുമാണ് പാചകം ചെയ്തെടുക്കുന്ന ഭക്ഷണമെന്ന്. കൂർത്ത കല്ലുകൾ കൊണ്ട് മുറിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, മൃഗങ്ങളെ വേട്ടയാടാനും കീറി മുറിക്കാനും ഒക്കെ അതവനെ സഹായിക്കുമെന്ന്. ഇങ്ങനെ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തും അങ്ങനെ കിട്ടിയ അറിവുകളെ നല്ല ഒരു ഓർഡറിൽ അടുക്കി വെച്ചും അതിനെ പരസ്പരം കണക്ട് ചെയ്തും ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നീ കാണുന്ന മനുഷ്യന്റെ എല്ലാ പുരോഗതിയും. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സയന്റിസ്റ്റുകൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും ഈ കഴിവ് ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ സോഷ്യൽ ലൈഫിലും മനുഷ്യബന്ധങ്ങളിലുമൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഈ ഒരു സവിശേഷമായ കഴിവ് മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. ന്യൂസ് ചാനലുകളിൽ പലതവണ ഞാൻ കേട്ട, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ഞാൻ പറയാം. ഈ ഇൻസിഡന്റ് ഓൾറെഡി കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കേട്ടുപോകാം. ലെറ്റ് us simply debug. ഈ സംഭവം നടക്കുന്നത് 2008 കാലയളവിലാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കും ഹരിപ്പാടിനും ഇടയ്ക്കുള്ള കരുവാറ്റ എന്ന സ്ഥലം. അവിടെ പങ്കജാക്ഷി എന്നു പേരുള്ള ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ തൻ്റെ ഇളയ മകനോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം ഒരു പാത്ര കച്ചവടക്കാരൻ ആ വീട്ടിലേക്ക് വന്നു. പേര് ജലാലുദ്ദീൻ. വീടുകൾ തോറും പാത്രങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുകയാണ് അയാളുടെ തൊഴിൽ. ആലപ്പുഴ ജില്ലയിലെ തന്നെ കായംകുളത്തിനടുത്തുള്ള കരിയിലക്കുളങ്ങരയാണ് അയാളുടെ ദേശം. കരുവാറ്റയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരം. പിന്നീട് പല പ്രാവശ്യം ജലാലുദ്ദീൻ കച്ചവടത്തിനായി കരുവാറ്റയിൽ വന്നു. വരുമ്പോഴൊക്കെ പങ്കജാക്ഷിയുടെ വീട്ടിലും വരും. അങ്ങനെ പരിചയം വളർന്നു. അവർ തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലായി, അടുപ്പത്തിലുമായി. ഒരിക്കൽ തൻ്റെ കച്ചവടത്തിൻ്റെ വലിയ ഒരു ആവശ്യം വന്നപ്പോൾ ജലാലുദ്ദീൻ പങ്കജാക്ഷിയോട് സാമ്പത്തിക സഹായം ചോദിച്ചു. അയാളോടുള്ള അടുപ്പം കാരണം പണവും ഒപ്പം പണയം വെക്കാൻ സ്വർണവും പങ്കജാക്ഷി അയാൾക്ക് കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞു. പങ്കജാക്ഷി സ്വർണവും പണവും തിരികെ ചോദിച്ചു തുടങ്ങി. എന്നാൽ അത് തിരിച്ചു കൊടുക്കാൻ ജലാലുദ്ദീന് താല്പര്യമുണ്ടായില്ല. പിന്നീടും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് അവരോട് വിരോധമായി. പങ്കജാക്ഷിയെ ഇല്ലാതാക്കുക എന്ന ഹീനമായ കാര്യമാണ് അയാൾ പ്ലാൻ ചെയ്തത്. സ്വർണവും പണവും തിരികെ തരാമെന്ന് പറഞ്ഞാണ് ജലാലുദ്ദീൻ പങ്കജാക്ഷിയോട് വീട്ടിൽ നിന്നും വരാൻ പറഞ്ഞത്. മൂത്ത മകൻ കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് പങ്കജാക്ഷി കരുവാറ്റയിലെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിൽ വെച്ച് ജലാലുദ്ദീനും പങ്കജാക്ഷിയും കണ്ടുമുട്ടി. നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ അവരെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെയുള്ള ഭീമാപ്പള്ളി കണ്ടു. തിരികെ കായംകുളം KSRTC സ്റ്റാൻഡിൽ രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ എത്തിച്ചേർന്നു. അവിടെ നിന്നും കരിയിലക്കുളങ്ങരയിലെ ജലാലുദ്ദീൻ്റെ വീട്ടിലേക്കാണ് അയാൾ പങ്കജാക്ഷിയെയും കൂട്ടിക്കൊണ്ടു പോയത്. ജലാലുദ്ദീൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു പറമ്പിൽ അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചിരുന്നു. അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലേറ്റും വെള്ളവും എടുത്തുകൊണ്ട് വരാൻ ജലാലുദ്ദീൻ അയാളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിനുള്ളിൽ വെച്ച് പങ്കജാക്ഷിക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിലും കുടിക്കാനുള്ള വെള്ളത്തിലും അയാൾ ഫിരുഡാൻ എന്ന വിഷം കലർത്തി. തിരികെ ആ പറമ്പിലേക്കെത്തി രണ്ടുപേരും കഴിച്ചു തുടങ്ങി. വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു തുടങ്ങിയ പങ്കജാക്ഷി അല്പസമയത്തിനകം തന്നെ ഛർദ്ദിച്ചു തുടങ്ങി. ഉടനെ തന്നെ ജലാലുദ്ദീൻ അവരുടെ തന്നെ സാരി കഴുത്തിൽ കുരുക്കി മുറുക്കി. പങ്കജാക്ഷി അവിടെ തളർന്നു വീണു. ജലാലുദ്ദീൻ വിഷം കലർത്തിയ വെള്ളം ബലം പ്രയോഗിച്ച് അവരുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. അല്പസമയത്തിനകം ആ സാധു സ്ത്രീ
ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ സ്വർണമാലയും കമ്മലും അയാൾ അഴിച്ചെടുത്തു. മൃതദേഹം വലിച്ചിഴച്ച് അടുത്തുള്ള വലിയൊരു കുളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്ന 2 വേലിക്കല്ലുകൾ എടുത്ത് ഡെഡ് ബോഡിയിൽ സാരി കൊണ്ട് കെട്ടിവെച്ചു. എന്നിട്ട് പത്തിയൂർപ്പാടത്തെ ആ വലിയ കുളത്തിൽ ആ മൃതദേഹം അയാൾ താഴ്ത്തി. ശേഷം കുറച്ചു നാളത്തേക്ക് ജലാലുദ്ദീൻ അവിടെ നിന്നും മാറി നിന്നു. പക്ഷേ അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല, ആ കൃത്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇറച്ചി കലർന്ന ഭക്ഷണമായിരുന്നു ജലാലുദ്ദീൻ എന്ന് കരുതിയത്. ഇതിൻ്റെ മണം പിടിച്ചെടുത്ത ആ പരിസരത്തെ മറ്റൊരു വീട്ടിലെ പൂച്ച അയാളുടെ പിന്നാലെ കൂടി ആ പറമ്പിലേക്കും എത്തി. പങ്കജാക്ഷി ഛർദ്ദിച്ചപ്പോൾ അതിൽ നിന്നും പൂച്ച കുറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നീട് ജലാലുദ്ദീൻ തെളിവ് നശിപ്പിക്കാനായി ബാക്കി വന്ന ആ ഭക്ഷണം ദൂരെ കൊണ്ട് കളഞ്ഞപ്പോൾ അതിൽ നിന്നും പൂച്ച പിന്നെയും കഴിച്ചു. കുറച്ചു സമയത്തിനകം ആ പൂച്ചയും അല്പമകലെ ഒരു കാവിൽ ചത്തുവീണു. പങ്കജാക്ഷിയുടെ ഡെഡ് ബോഡി കിട്ടാത്തതിനാൽ താൻ സുരക്ഷിതനായിരിക്കുമെന്ന് ജലാലുദ്ദീൻ കരുതി. പക്ഷേ അയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ ആ മൃതദേഹത്തിൻ്റെ കാലുകൾ വെള്ളത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. പുല്ല് ചെത്താനെത്തിയ തൊഴിലാളികളാണ് ആ കാഴ്ച ആദ്യമായി കണ്ടത്. അന്നത്തെ കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി. അഴുകി തുടങ്ങിയ ഒരു സ്ത്രീയുടെ മൃതദേഹം. പക്ഷേ ആ സ്ത്രീയെ ആർക്കും മനസ്സിലായില്ല. ആ പരിസരത്തുള്ള സ്ത്രീ അല്ല അത്. അവിടെ അടുത്തെങ്ങും ഒരു സ്ത്രീ കാണാതായിട്ടില്ല. അത്തരത്തിലുള്ള മിസ്സിംഗ് കേസ് ഒന്നും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി തുടങ്ങി. അസ്വാഭാവികമായ ഒരു മരണം നടന്നാൽ പോലീസ് തയ്യാറാക്കുന്നതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പ്രധാനമായും മരണകാരണം സ്വാഭാവികമായ മരണമാണോ അതോ സംശയിക്കത്തക്കതായ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ മരിച്ചത് എങ്ങനെ, ആത്മഹത്യയാണോ കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ, മരണകാരണമെന്ത് എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്തും. ഡെഡ് ബോഡിയും ക്രൈം സീനും സാക്ഷിമൊഴികളും ഫോട്ടോഗ്രാഫ്സും ഒക്കെ അതിനോട് കൂട്ടിച്ചേർക്കും. ഡെഡ് ബോഡി കണ്ട ശേഷം പോലീസ് ആ പരിസരം വീക്ഷിച്ചു തുടങ്ങി. കൂടി നിന്ന് നാട്ടുകാർ പറഞ്ഞിട്ടോ മറ്റോ പോലീസ് സംഘത്തിന് ആ കുളത്തിൻ്റെ കുറച്ച് ദൂരെയുള്ള കാവിൽ നിന്നും ചീഞ്ഞഴുകുന്നതിൻ്റെ ദുർഗന്ധം വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. ഇനി വേറെ മൃതദേഹം വല്ലതും അവിടെ ഉണ്ടോ എന്ന് നോക്കിച്ചെന്ന അവർ ചത്തുകിടക്കുന്ന ഒരു പൂച്ചയാണ് കണ്ടത്. തീർത്തും അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം, ഒരു പൂച്ചയുടെ ചത്ത ശരീരം. പക്ഷേ CI ഹരികൃഷ്ണൻ ആ ജഡം നന്നായി നിരീക്ഷിച്ചു. പൂച്ചയുടെയും സ്ത്രീയുടെയും മൃതദേഹങ്ങളുടെ പഴക്കം ഏകദേശം ഒന്നാണെന്ന് അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഒരു പൂച്ച എന്തിന് ഭക്ഷണം തേടി കാവിൽ വരണം? വന്ന ശേഷം എങ്ങനെ ചത്തു? ആ കൊലപാതകവുമായി ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾ ആ CIയുടെ ഉള്ളിൽ തോന്നി. ആ പൂച്ചയെ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് അയാൾ തീരുമാനിച്ചു. ആ തീരുമാനമായിരുന്നു കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ആ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോയിന്റ്സ് ഇവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. 1. ഇൻഫോർമേഷനെ കൃത്യമായി അടുക്കി വച്ചിരിക്കുന്നു. ഒരു ക്രൈം സീനിൽ ചെന്നാൽ പോലീസ് എവിടെ നിന്ന് തുടങ്ങണം, ആദ്യമെന്ത്, രണ്ടാമതെന്ത്, അതിനുശേഷമെന്ത് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെ ആദ്യം ശ്രദ്ധിക്കണം, ആ സ്ഥലത്ത് ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങൾ, ആരോടൊക്കെ ചോദിക്കണം, ചോദ്യം ചെയ്യണം, തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ഫോട്ടോഗ്രാഫ്, സ്കെച്ചുകൾ എന്നിവ തയ്യാറാക്കൽ, ക്രൈം സീൻ കൂടാതെ ആ പരിസരമാകെ നിരീക്ഷിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയാം. അവരത് ചെയ്യും. അതായത് ട്രെയിനിങ് സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു ക്രൈം സീനിൽ എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെ കൃത്യമായ അറിവ് അവർക്കുണ്ട്. രണ്ടാമത്, ആ പൂച്ചയുടെ ജഡവും കൊല്ലപ്പെട്ട സ്ത്രീയുടെ മരണവും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ച് ആലോചിക്കുന്ന ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ ചിന്തകൾ. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ജഡത്തിൽ നിന്നും കുറച്ചകലെ മറ്റൊരു ജീവിയുടെ ജഡം. ക്രൈം സീനിന് അടുത്ത് തന്നെയാണ് ആ കാവും. രണ്ടിനും ഏതാണ്ട് ഒരേ കാലപ്പഴക്കം. മനുഷ്യനുമായി അടുത്തിടപഴകുന്ന ജീവിയാണ് പൂച്ച.
അതിനാൽ ആ ക്രൈം സീനിൽ ഉൾപ്പെട്ട ആൾക്കാരുമായി എന്തെങ്കിലും ബന്ധം ആ പൂച്ചയ്ക്കുണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ടോ എന്ന സംശയം. ഇങ്ങനെ കാര്യങ്ങളെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള നമ്മൾ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ആ ഒരു കഴിവ്, ട്രെയിനിങ് കിട്ടിയ എക്സ്പീരിയൻസ് ഉള്ള ആ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ആ പൂച്ചയെ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പൂച്ചയുടെ ജഡത്തിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി പോലീസ് ഒരു മഹസർ എഴുതി. മഹസർ എന്ന് പറയുന്നത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ചെന്നപ്പോൾ ഫോറൻസിക് സർജൻ പക്ഷേ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായില്ല. പോലീസ് നിരാശപ്പെട്ടില്ല. ഒരു വെറ്ററിനറി സർജനെ കണ്ടെത്തി പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം അവർ നടത്തി. അവസാനം സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആ പോലീസ് ഓഫീസറിൻ്റെ ഊഹങ്ങൾ തെറ്റിയില്ല. രണ്ട് റിപ്പോർട്ടിലും കുറേ സാമ്യങ്ങളുണ്ടായിരുന്നു. ഒരേ ദിവസം തന്നെയാണ് പൂച്ചയും സ്ത്രീയും മരിച്ചിരിക്കുന്നത്. ഫിരുഡാൻ എന്ന വിഷം രണ്ട് ജഡങ്ങളുടെയും ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ഇരുവരുടെയും വയറ്റിലെ ഭക്ഷണവും ഒരേപോലെ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ വന്നതോടെ പോലീസ് ഇവിടെയും കാര്യങ്ങളെ പരസ്പരം കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ ആ പൂച്ച സംഭവം നടന്ന രാത്രിയിൽ അവിടെ എത്തിപ്പെട്ടു? രണ്ടുപേരുടെയും ഭക്ഷണം ഒരുപോലെ ആയതെങ്ങനെ? ഈ ചോദ്യങ്ങൾ കേന്ദ്രീകരിച്ചായി പോലീസിൻ്റെ അടുത്ത നീക്കം. ആ സ്ത്രീ അവിടെയെങ്ങുമുള്ള ആളല്ല. മൃതദേഹം അന്വേഷിച്ച് ആരും വന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ പൂച്ചയുടെ ഉടമസ്ഥനെ കണ്ടെത്താനായി പോലീസിൻ്റെ അടുത്ത ശ്രമം. ഒരുപക്ഷെ അതിൻ്റെ ഉടമസ്ഥന് ഈ കൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിലോ? പൂച്ചയുടെ ഫോട്ടോയുമായി അതിനടുത്തുള്ള വീടുകളിലൊക്കെ പോലീസുകാർ അന്വേഷണം തുടങ്ങി. അവസാനം ഫലം കണ്ടു. അന്വേഷണത്തിനിടെ ഒരു വീട്ടുകാർ പൂച്ചയെ തിരിച്ചറിഞ്ഞു. അത് അവരുടെ പൂച്ചയായിരുന്നു. കുറച്ച് ദിവസമായി അതിനെ കാണാതായിട്ട്. ചോദിച്ചു വന്നപ്പോൾ സ്ത്രീ മരിച്ച ദിവസം രാത്രി തൊട്ടാണ് ആ പൂച്ചയും കാണാതായിരിക്കുന്നത്. പക്ഷേ പൂച്ച ചത്ത കാര്യം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. പോലീസുകാർ ആ വീട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ അവർക്ക് മനസ്സിലായി ആ വീട്ടുകാർക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. നിരാശ വന്നെങ്കിലും പോലീസ് അവിടം കൊണ്ട് നിർത്തിയില്ല. പൂച്ച പല വീടുകളിലും പോകാനിടയുള്ളതുകൊണ്ട് ചുറ്റുമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. എന്നാൽ ആ അന്വേഷണത്തിനിടയിലാണ് അടുത്തുള്ള ഒരു വീട് ആളില്ലാതെ അടഞ്ഞു കിടക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചത്. പാത്രക്കച്ചവടക്കാരനായ ജലാലുദ്ദീൻ്റെ വീടായിരുന്നു അത്. ആളിപ്പോൾ സ്ഥലത്തില്ല. കച്ചവടത്തിനായി പോകുന്നത് കൊണ്ട് പലപ്പോഴും സ്ഥലത്തുണ്ടാവില്ല. പോലീസ് അയാളെ ഫോണിൽ വിളിച്ചപ്പോൾ കച്ചവടത്തിനായി യാത്രയിലാണെന്നായിരുന്നു മറുപടി. ഒരു കേസിൻ്റെ അന്വേഷണത്തിനായി തങ്ങളെ നേരിൽ വന്ന് കാണണമെന്ന് അയാളോട് പറഞ്ഞു. പക്ഷെ അയാൾ വന്നില്ല. പിന്നീട് പലതവണ വിളിച്ചെങ്കിലും പല സ്ഥലങ്ങളിലാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ഓരോന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ പോലീസിന് സംശയമായി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഒഴിഞ്ഞു മാറുന്നത്? അന്വേഷണ സംഘം സൈബർ സെൽ വഴി ജലാലുദ്ദീൻ്റെ ഫോൺ നിരീക്ഷിക്കാൻ തുടങ്ങി. ഫോൺ വിളിക്കുമ്പോൾ താൻ എവിടെയാണെന്ന് അയാൾ പറയുന്ന സ്ഥലവും യഥാർത്ഥത്തിൽ അയാൾ നിൽക്കുന്ന ലൊക്കേഷൻ രണ്ടാണെന്ന് പോലീസിന് മനസ്സിലായി. അടൂരിൽ നിൽക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലാണെന്ന് പറയും. ഒരു ദിവസം രാത്രി 1 മണിക്ക് ജലാലുദ്ദീൻ തൻ്റെ വീട്ടിലെത്തിയതായി പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. പോലീസ് സംഘം വീട് വളഞ്ഞ് ജലാലുദ്ദീനെ പിടികൂടി. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് അധിക സമയം പിടിച്ചു നിൽക്കാനായില്ല. അവസാനം അയാൾ കുറ്റം സമ്മതിച്ചു. ഇതേ സമയം അമ്മയെ കാണാനില്ലെന്ന പരാതി പങ്കജാക്ഷിയുടെ മകൻ പോലീസിൽ കൊടുത്തിരുന്നു. മൂത്ത മകൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോഴാണ് ഇളയ മകൻ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചത്. അമ്മ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് ഇളയ മകന് മനസ്സിലായി. അയാൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കരിയിലക്കുളങ്ങരയിൽ കണ്ട സ്ത്രീയാണോ അതെന്ന് പോലീസിന് സംശയം തോന്നി. പോലീസ് ഡെഡ് ബോഡി അവരെ കാണിച്ചു കൊടുത്തു. തങ്ങളുടെ അമ്മയെ അവർ തിരിച്ചറിഞ്ഞു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആ പൂച്ചയുടെ ജഡം സാധാരണഗതിയിൽ അത്രയ്ക്കും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് കിട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും വഴിയിലൂടെ പോലീസ് ചിലപ്പോൾ കൊലയാളിയെ കണ്ടെത്തുകയും ചെയ്യും. CI ഹരീഷൻ പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP ആയി.
മിക്കവരും ഈ കേസിനെ പറ്റി പറയുന്നത് പൂച്ച തെളിയിച്ച കേസെന്നാണ്. ഒരു കൗതുകത്തിനായി ആ വാർത്തയ്ക്ക് കൊടുക്കുന്ന നിർദോഷമായ ഒരു ടൈറ്റിൽ മാത്രമാണിത്. കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് പെട്ടെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ആ സർക്കിൾ ഇൻസ്പെക്ടറും പോലീസ് സംഘവും തന്നെയാണ് ആ കേസ് തെളിയിച്ചത്. പൂച്ച ഒരു എവിഡൻസ് മാത്രമായിരുന്നു. അറിവുകളെ കൃത്യമായി മനസ്സിൽ അടുക്കി സൂക്ഷിച്ചും കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോളോ ചെയ്തും കണ്ടതും കേട്ടതുമായ വിവരങ്ങളെ കറക്റ്റായി കണക്ട് ചെയ്തും ആ CIയും പോലീസ് സംഘവും ഈ കേസ് തെളിയിച്ചു. ഇവിടെ ഞാനും ഈ സംഭവം പറഞ്ഞ് വിവരിച്ചപ്പോൾ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലായി അല്ലേ? സോ നമ്മളും ഒരു കാര്യം പഠിക്കുമ്പോൾ അറിവുകൾ വലിച്ചു വാരിയിടാതെ കൃത്യമായി അടുക്കി സൂക്ഷിക്കുക. ബേസിക്കിൽ നിന്നും പടിപടിയായി വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിലോ ജോലിയിലോ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കുക. എന്താണ് അവിടെ മിസ്സിംഗ് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ആ അറിവുകളെ അടുക്കി സൂക്ഷിക്കുക. പ്രത്യേകിച്ചും സയൻസും ടെക്നോളജിയും ഒക്കെ പഠിക്കുമ്പോൾ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറി പോലെ ആവണം ഒരു വിഷയത്തെപ്പറ്റി നമ്മുടെ ഉള്ളിലെ അറിവുകൾ. വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു റൂമിൽ നിന്നും എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി കിട്ടിയ അറിവുകളെ കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു ഹാബിറ്റ് അതും വളർത്തിയെടുക്കുക. മനസ്സിൽ വരുന്ന ഗട്ട് ഫീലിങ്സിനെ വെറുതെ വിടാതെ ആലോചിച്ച് നോക്കുക. ഇതിനോടൊക്കെ ഒപ്പം നമുക്ക് ഉള്ളിലൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും ഒറ്റയ്ക്കായാലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു മനസ്സ് അതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നേടിയെടുക്കാനും കഴിയും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.